ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. സർവമായ മണിക്കൂറിൽ 13,500 മുകളിലുള്ള ടിക്കറ്റുകളാണ് ഇപ്പോൾ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. സിനിമയ്ക്ക് ഹെവി പോസിറ്റീവ് റെസ്പോൺസാണ് ലഭിച്ചിരിക്കുന്നത്. രണ്ടാം ദിനത്തിലേക്ക് കടക്കുമ്പോഴും കുതിച്ചുയരുന്ന സിനിമയെ നമുക്ക് കാണാൻ കഴിയുന്നു. അഖിൽ സത്യൻ സംവിധാനം ചെയ്ത് നിവിൻ പോളി നായകനായ ഈ ഒരു ചിത്രം ആദ്യ ദിനം റെക്കോർഡ് തൂക്കിയിരുന്നു. രണ്ടാം ദിനം അതിന് മുകളിലേക്ക് കയറാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എടുത്തിരിക്കുന്നു. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം. നിങ്ങൾ നിവിൻ പോളി ഫാൻ ആണെങ്കിൽ കട്ടയ്ക്ക് കൂടുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ വീഡിയോസുമായി വരുന്നതായിരിക്കും. ഇനി നമുക്ക് കളക്ഷൻ ഡീറ്റെയിൽസിലേക്ക് കടന്നു പോരാം. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇന്നലെ ട്രാക്ക് ചെയ്യപ്പെട്ടത് 938ഓളം ഷോകളായിരുന്നു. 1,94,800 മുകളിലുള്ള ഓഡിയൻസ് ഈ സിനിമ ഇന്നലെ കണ്ടു. 78.4%, അതായത് 79% തിയേറ്റർ ഓക്യുപ്പൻസിയിലാണ് സിനിമ ഇന്നലെ കളിച്ചത്. ഏകദേശം 850 മുകളിലുള്ള ഓൾമോസ്റ്റ് ഫാസ്റ്റ് ഫിൽ ഷോകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. 100 മുകളിലുള്ള 129ഓളം ഹൗസ്ഫുൾ ഷോകളുണ്ടായിരുന്നു എന്നുള്ളത് ട്രാക്കേഴ്സ് തന്നെ പറയുന്നു. ഇവിടെ 3,19,60,000 രൂപയോളമാണ് സിനിമയുടെ ആദ്യ ദിന കളക്ഷനായി വന്നത്. അതായത് നമുക്ക് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളനുസരിച്ച് സർവമായ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് 3,45,00,000 രൂപയോളമാണ് എന്നുള്ളതാണ്. ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, നല്ല ഒരു ഓപ്പണിംഗ് തന്നെയാണ്. വേൾഡ് വൈഡ് ആയിട്ട് ഈ ഒരു സിനിമയ്ക്ക് 8 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ഉണ്ടാകാം എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഒരുപക്ഷെ അതിന് മുകളിലേക്ക് കയറാം എന്നുള്ളത് തന്നെയാണ്. ഒരു നല്ല ഫാമിലി മെലോ ഡ്രാമ അല്ലെങ്കിൽ ഒരു നല്ല ചിത്രം, ഫാമിലി ഓഡിയൻസിന് പറ്റിയത്, അതായത് ഹൊററുണ്ട്, കോമഡിയുണ്ട്, എല്ലാം ഗംഭീരമായിട്ട് മലയാളി ആഗ്രഹിക്കുന്ന തരത്തിൽ നിവിൻ പോളിയെ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു മൂവി എന്ന് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. ഈ ഒരു സിനിമ അത്ര ഗംഭീരമായിട്ട് തന്നെ പോവുകയാണ്. നമുക്ക് പ്രീസെയിലൂടെ 1,86,00,000 രൂപയോളമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരുന്നത് ആദ്യ ദിനം. അവിടെ നിന്ന് കുതിക്കുന്ന കാഴ്ച തന്നെയാണ്. മണിക്കൂറിൽ 13,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റ് പോവുകയാണ്. നമുക്കറിയാം, ഇത് മൾട്ടി സ്റ്റാറോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. എന്നിട്ട് പോലും നിവിൻ പോളിയുടെ നല്ല ഒരു ചിത്രം വരുമ്പോൾ എത്രത്തോളമാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. രാവിലെ 11 മണിക്ക് മുമ്പുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ഇന്നത്തെ കളക്ഷൻ ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്നത് 1,70,00,000 രൂപയ്ക്ക് മുകളിൽ കടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കളക്ഷൻ ഏകദേശം 5 കോടിക്ക് മുകളിൽ എന്നുള്ളതാണ്. കാരണം തുടക്കം അത്ര ഗംഭീരമായിട്ട് തന്നെയാണ്. അതിലേക്കൊന്ന് വരാം. ഇന്ന് ഷോകളുടെ എണ്ണം കൂടുന്നതും നമുക്ക് കാണാൻ കഴിയുന്നു. 1,043ഓളം ഷോകളാണ് സിനിമയുടേതായി ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇന്ന് 11 മണി വരെയുള്ള കണക്കുകളിൽ. 1,02,000 മുകളിലുള്ള ഓഡിയൻസ് ടിക്കറ്റ് എടുത്തിരിക്കുന്നു. 36% ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് 1,79,17,000 രൂപയോളം ട്രാക്കിങ്ങിലൂടെ തന്നെ വന്നിരിക്കുന്നു. അതായത് രാവിലെ അല്ലെങ്കിൽ ഉച്ച എത്തുന്നതിന് മുമ്പ് തന്നെ 2 കോടി തൂക്കിയ ചിത്രം ഈവനിങ് എത്തുമ്പോഴത്തേക്ക് തീർച്ചയായും 5 കോടിയിലേക്ക് ടച്ച് ചെയ്യാനുള്ള എല്ലാ ചാൻസുകളുമുണ്ട്. കാരണം നല്ല ഒരു സിനിമയ്ക്കുള്ള ഒരു പബ്ലിസിറ്റി മാത്രമല്ല, നല്ല സിനിമ എന്നുള്ള ഒരു പേര് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ തന്നെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ കാത്തിരിക്കുകയാണ് സിനിമയുടെ കൂടുതൽ വിവരങ്ങളും എല്ലാ കാര്യങ്ങളുമായി. 2 ദിവസങ്ങൾ കൊണ്ട് സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് 20 കോടി തൂക്കുമോ എന്നുള്ളത് തന്നെയാണ് ചോദ്യം. എന്താണെങ്കിലും 16 കോടിക്ക് മുകളിലേക്ക് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പിക്കുകയാണ്. അങ്ങനെ നിവിൻ പോളിയുടെ ഒരു ബിഗ്ഗസ്റ്റ് കംബാക്ക് ഏകദേശം 7 വർഷത്തിന് ശേഷമുള്ള ഒരു വമ്പൻ വിജയത്തിലേക്ക് നടക്കുന്നു ഈ ഒരു സിനിമ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തു തരണം. ഒപ്പം നിങ്ങൾ നിവിൻ പോളി ഫാൻ ആണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കാം. അല്ലെങ്കിലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കാം. ഒപ്പം നിങ്ങൾ കൂടെയുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസുമായി വരും ഗ്രേറ്റ് മീഡിയാസ്.